Greetings to you all in the mighty and precious name of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹവന്ദനം ചെയ്യുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഡിസേണിങ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഡനായിട്ട് 103 സങ്കീർത്തനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഡനായിട്ട് ഇടപെടുകയും ആ വചനം എനിക്ക് എക്സ്പ്ലോഡ് ചെയ്തു എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഐ ബിലീവ് ദാറ്റ് ഷുഡ് ബി ദ കൺക്ലൂഡിങ് പാർട്ട് ഓഫ് മൈ ഫസ്റ്റ് വീഡിയോ. ആദ്യത്തെ ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള വിവേചനത്തെക്കുറിച്ചുള്ള വീഡിയോയുടെ എൻഡിങ് ഓർ കൺക്ലൂഡിങ് പാർട്ട് ഓഫ് വീഡിയോ ആയിട്ട് ഞാൻ ഈ വചനം എനിക്ക് വെളിപ്പെടുത്തി തന്നത്, എനിക്ക് കർത്താവ് പ്രകാശിപ്പിച്ചു തന്ന ദൈവത്തിൻ്റെ വചനം ഐ എം ട്രൈങ് ടു ഷെയർ ഇറ്റ് വിത്ത് യു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ കീപ്പിംഗ് ഫൈൻ ആൻഡ് ഗുഡ്. കർത്താവെ, അല്പസമയം ഞങ്ങൾ ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ തേജസ്സിൻ്റെ മഹത്വം, ശോഭ വെളിപ്പെടട്ടെ. കർത്താവെ, പ്രിയ പരിശുദ്ധാത്മാവെ, അങ്ങ് ഏറ്റെടുത്താട്ടെ. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. 103 സങ്കീർത്തനം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിൻ്റെ അടുത്ത വചനം, നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഹല്ലേലൂയ. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഈ വചനം ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഡനായിട്ട് ഇറ്റ് എക്സ്പ്ലോർഡ് വിത്തിൻ മീ. എന്താണ് ആ നന്മ? ഹി സാറ്റിസ്ഫൈസ് യുവർ മൗത്ത് വിത്ത് ഗുഡ്നെസ്. He satisfies your mouth with goodness so that your youth is renewed like an eagle. ഇവിടെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുന്ന ആ പ്രോസസ്സ് നിൻ്റെ 30 അല്ലെങ്കിൽ 35 അല്ലെങ്കിൽ 20 to 30 വാട്ട് എവർ ഇറ്റ് ഈസ്, ആ പ്രായമാണ് നിൻ്റെ യൗവനമെന്ന് നീ കൺസിഡർ ചെയ്യുന്നുവെങ്കിൽ ഈ വചനത്തിൽ നോവെയർ ആ പ്രായത്തെക്കുറിച്ച് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുമ്പോൾ it can happen even at the age of 80, it can happen even at the age of 90, it can happen even at the age of 120. ഈ ദൈവത്തിൻ്റെ വചനമാണ് കർത്താവ് പരിശുദ്ധാത്മാവിൽ വചനത്തിൽ കൂടെ കൺഫേം ചെയ്ത് വെളിപ്പെടുത്തി തന്നത്. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നമ്പർ 1 നന്മ. നമ്പർ 1 ദൈവത്തിൻ്റെ വചനം. ഈ ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഭക്ഷണമാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 3-4 വാക്യങ്ങളിൽ പറയുന്നു, കർത്താവിൻ്റെ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ട് പരീക്ഷകൻ സാത്താൻ അവനെ പരീക്ഷിപ്പാൻ എടുത്തിയെന്നു. പരീക്ഷകൻ സാത്താൻ കർത്താവിനോട് പറഞ്ഞു, നീ വിശന്നിരിക്കുകയാണ്, യു ഹാഡ് ഗോൺ എ ഫാസ്റ്റിംഗ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോടൊപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് റിട്ടൺ. വാട്ട് ഡിഡ് ഹി സേ? ഇറ്റ് ഈസ് റിട്ടൺ സൈറ്റൻ. ഇറ്റ് ഈസ് റിട്ടൺ സൈറ്റൻ. ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് റിട്ടൺ ലൈക്ക് ദിസ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നുവെന്ന് കർത്താവ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. ആ ദൈവത്തിൻ്റെ വചനമാണ് സാത്താനോട് പറഞ്ഞത്. മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല സാത്താനെ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിലെ വചനം കൊണ്ടും ജീവിക്കുന്നു. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും. ദൈവത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞ് സാത്താനോട് പറഞ്ഞു, ഇറ്റ് ഈസ് റിട്ടൺ. ഈ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം, ആമേൻ. ഇപ്പം കർത്താവായ യേശു ക്രിസ്തു ആ കാൽവരി കുരിശിലെ യാഗത്താൽ നമ്മുടെ സകല പാപ അകൃത്യ കറകളിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിട്ട് ഹി ഹാസ് ബീൻ റെസറക്റ്റഡ്. അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ക്രിസ്തുവിൽ നമ്മളെയും അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ സോ നൗ വാട്ട് വി ഹാവ് നൗ ഇസ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവുമാണ്. ഈ വചനം നമ്മുടെ ഭക്ഷണമായിരിക്കണം.
ഈ വചനം നമ്മുടെ ഭക്ഷണമായി തീർന്നേ മതിയാകുകയുള്ളൂ. 119 സങ്കീർത്തനത്തിൻ്റെ 103 വാക്യം, തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. അത് എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ പുഷ്ടി വരുത്തുന്നു. ദൈവത്തിൻ്റെ വചനം എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ പുഷ്ടി വരുത്തുന്നു. മജ്ജയും മേധസ്സും എന്താണെന്ന് അറിയാമോ? ദ ബേസിക് യൂണിറ്റ് ഓഫ് യുവർ ലൈഫ്. ഈ സിസ്റ്റത്തെ, ഈ ബോഡി, ഈ ഭൂമിയിലെ ശരീരം എന്ന സിസ്റ്റത്തെ, നമ്മുടെ സ്കെലിറ്റൽ, നമ്മുടെ ഈ ബോഡി, ഹ്യൂമൻ ബോഡി എന്ന സിസ്റ്റത്തെ നിലനിർത്തുന്നതാണ് മജ്ജയും മേധസ്സും. ആമേൻ. ആൻഡ് ദാറ്റ് ഈസ് ബീങ് ഫെഡ് ബൈ ദ ഫുഡ് വി ഈറ്റ്. കർത്താവ് പറയുക, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, എൻ്റെ വായിൽ നിന്ന് വരുന്ന, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ആമേൻ, ഈ വചനം നിൻ്റെ മജ്ജയ്ക്കും മേധസ്സിനും പുഷ്ടിയുള്ളതായി തീരുക. അത് നിൻ്റെ പ്രാണനെ തണുപ്പിക്കുകയാണ്. തിരുവചനം എൻ്റെ എണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, അത് ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, അത് പ്രാണനെയും സദ്യമജ്ജകളെയും വേർവെടുവയ്ക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം ആമേൻ, അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, അത് പ്രാണനെയും സദ്യമജ്ജകളെയും വേർവെടുവയ്ക്കും വരെ നിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളറകളിലേക്ക് തുളച്ചു ചെല്ലുന്നതാണ്. ലോകത്തിൽ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇനി കണ്ടുപിടിക്കാനിരിക്കുന്ന ഒരു സ്കാനിങ് മെഷീനും നിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഉള്ളറകളിലെയും സ്കാൻ ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്. ചില ഏരിയ സ്കാൻ ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്. ആമേൻ. എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഉച്ച മുതലുള്ള അങ്കാൽ വരെ നിൻ്റെ ശരീരത്തിൽ ഏതെല്ലാം സെൽസുകളുണ്ടോ ആ സെൽസിനെ മുഴുവൻ, അതിൻ്റെ ബേസിക് യൂണിറ്റ്സിനെ വരെ തുളച്ചിയെന്ന് സ്കാൻ ചെയ്ത് നിന്നെ സൗഖ്യമാക്കുന്നതാണ്. ആമേൻ. നിൻ്റെ യൗവനത്തെ കഴുകനെ പോലെ പുതുക്കി വരുത്തുന്നതാണ് ഈ ദൈവത്തിൻ്റെ വചനം. ആമേൻ. ഭൂമിയിലെ ഒരു സ്കാനിങ് മെഷീനും നിൻ്റെ ശരീരത്തെയോ നിൻ്റെ മനസ്സിനെയോ സ്കാൻ ചെയ്യും. ശരീരത്തെ ഒരു പരിധി വരെ സ്കാൻ ചെയ്യാം, നിൻ്റെ മനസ്സിനെ സ്കാൻ ചെയ്യാൻ ഒരു മെഷീനും ഇന്ന് ഭൂമിയിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിൻ്റെ പ്രാണനെയും മജ്ജയും സദ്യമജ്ജകളെയും, ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിത്തിങ്. ശരീര പ്രാണ ആത്മദേഹികളെ മുഴുവൻ തുളച്ചു ചെല്ലുന്ന, ഡിസെക്റ്റ് ചെയ്യുന്നു. ഇറ്റ് പെനിട്രേറ്റ്സ് right through, in and out of your body, the whole body. ഈ വചനം നമുക്ക് ഭക്ഷണമായി തീർന്നാൽ, ഈ വചനം നമുക്ക് ഭക്ഷണമായി തീർന്നാൽ ആമേൻ, ആമേൻ, നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരും. ഈ വചനം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും, ഈ വചനം നീ ജോലി ചെയ്യുമ്പോൾ, ഈ വചനം നീ നടക്കുമ്പോൾ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തിൻ്റെ വചനത്താൽ നിൻ്റെ ദൈവത്തെ നീ സ്തുതിക്കുമ്പോൾ ആമേൻ, നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരും. വേദപുസ്തകത്തിൽ, വചനത്തിൽ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. ആമേൻ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ, ഈ വചനം അവർ വിട്ടുമാറിയില്ല. ആമേൻ, ആമേൻ. അവരുടെ ജീവൻ പ്രാണനെ എടുക്കുന്ന നില വരെ എത്തിയപ്പോൾ പോലും അവർ ഈ വചനത്തെ വിട്ടുമാറിയില്ല. അവർ ആ വചനപ്രകാരം ദൈവത്തിൻ്റെ വചനങ്ങൾ, ചട്ടങ്ങളും പ്രമാണങ്ങളും ന്യായപ്രമാണങ്ങളും അനുസരിച്ച് രാജാവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുകയും ആ വചനത്തെ മുറുകെ പിടിക്കുകയും വചനം അവരുടെ ഭക്ഷണവുമായി തീർന്നു. ആമേൻ. ആ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ നെബൂഖദ്നേസറിൻ്റെ കൊട്ടാരത്തിൽ വളർന്നപ്പോൾ ആ കാര്യവിചാരകനോട് അവർ യാചിച്ചു, ഞങ്ങളുടെ ഭക്ഷണം, ഞങ്ങൾക്ക് വെജിറ്റബിൾസ്, ശാഖപദാർത്ഥം, വെജിറ്റബിൾസും പച്ചവെള്ളവും താ. എന്നിട്ട് നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നവരുമായിട്ട് ഞങ്ങളെ വളരെ നാളുകൾക്ക് ശേഷം ഒത്തുനോക്കുക. ഈ കാര്യവിചാരകൻ ഒത്തുനോക്കി വളരെ ഏതാണ്ട് വചനത്തിൽ ഞാൻ ഓർക്കുന്നില്ല, മേ ബി 1 year, 1 വർഷം കഴിഞ്ഞിട്ട് അവരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ വെറും പച്ചവെള്ളവും വെജിറ്റബിൾസും കഴിച്ച ആ കുഞ്ഞുങ്ങളുടെ മുഖം, ആ കുഞ്ഞുങ്ങളുടെ ശരീരം മാംസപുഷ്ടിയുള്ളതും, ആ കുഞ്ഞുങ്ങളുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും തേജസ്സുറ്റതുമായി എന്ന് ആമേൻ അവർക്ക് വെളിപ്പെട്ടു. അവരുടെ ഭക്ഷണം ഈ ഭൂമിയിലെ ഭക്ഷണം മാത്രമായിരുന്നില്ല, അവരുടെ ഭക്ഷണം ദൈവത്തിൻ്റെ വചനവുമായിരുന്നു. സ്തോത്രം. നമ്പർ 1, ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഭക്ഷണമായി തീരട്ടെ. ഈ ലോകത്തിലെ ഡെവലപ്പ് ചെയ്ത ഒരു സ്കാനിനും കടന്ന് ചെല്ലാൻ പറ്റാത്ത നിൻ്റെ ശരീരത്തിൻ്റെ ഓരോ സെൽസിനെ അത് സ്കാൻ ചെയ്യും. അത് ജീവനെ, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, അത് പ്രാണനെയും ജീവനെയും സദ്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചിയൊന്ന് നിന്നെ സ്കാൻ ചെയ്യുന്നതാ ഈ ദൈവത്തിൻ്റെ വചനം. ഈ വചനമായിരിക്കട്ടെ നിൻ്റെ ഭക്ഷണം.
നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരണമെങ്കിൽ ഈ വചനമെന്ന ഭക്ഷണം നീ ഭക്ഷിച്ചേ മതിയാകുകയുള്ളൂ. യു ഹാവ് ടു ടേക്ക് ദറ്റ് ഫുഡ്. 2, കർത്താവായ യേശുവപ്പച്ചൻ്റെ തിരുശരീരവും തിരുരക്തവും. ആമേൻ. ആ തിരുശരീരവും തിരുരക്തവും നിൻ്റെ ഭക്ഷണമായി തീരണം. എൻ്റെ ഡിസേൺമെൻറ്റ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ശരീരത്തെ വിവേചിച്ചുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട്, അവൻ്റെ മരണത്തെ ഉറക്കെ പ്രസ്താവിച്ചുകൊണ്ട്, അവൻ എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ സകല അകൃത്യങ്ങളെയും എൻ്റെ സകല പാപശാപക്കറകളെയും അവൻ ആ ശരീരത്തിൽ ഏറ്റുവാങ്ങി, അവൻ്റെ ചൊരിഞ്ഞ രക്തത്താൽ അവൻ മറച്ച്, അവൻ്റെ ശരീരത്തിൽ എൻ്റെ അതിക്രമങ്ങളെയും അനീതികളെയും അവൻ ഏറ്റെടുത്ത്, സാക്ഷാലിൻ്റെ രോഗങ്ങളെ അവൻ വഹിച്ചു, എൻ്റെ വേദനകളെ അവൻ ചുമന്നു. എൻ്റെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു, എൻ്റെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നു. എൻ്റെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നീ സൗഖ്യം പ്രാപിക്കും. യുവർ ബോഡി വിൽ ബി ഹീൽഡ്. അവൻ്റെ മരണത്തെ ഈ ശരീരത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി അവൻ എന്തിനു വേണ്ടി മരിച്ചു എന്ന്, എൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി അവൻ കാൽവരി കുരിശിൽ അവൻ്റെ അടിപ്പിണരുകളാൽ അവൻ്റെ ശരീരം നുറുക്കി എനിക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, അത് ഉറക്കെ വിളിച്ച് ഈ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ, കുർബാനയുടെ സമയത്ത്, വിശുദ്ധ മേശയുടെ സമയത്ത് ഞാനത് വിളിച്ചു പറയുമ്പോൾ എൻ്റെ ശരീരത്തിന് സൗഖ്യം പ്രാപിക്കുക. ആമേൻ. അവൻ്റെ രക്തം പാനം ചെയ്യുമ്പോൾ എൻ്റെ സകല ശാപപാപ, ആദാമ്യ പാപം മുതലുള്ള സകല ശാപപാപ കറകളും നമ്മളിൽ നിന്നും മായ്ച്ചു കളയുക അവൻ. And he has made us righteous. I am the righteousness of God in Christ. കർത്താവ് കൃപയാൽ, എൻ്റെ പ്രവർത്തികളാലല്ല, എൻ്റെ ഒരു മാർഗത്താലുമല്ല, കർത്താവിൻ്റെ കൃപയാൽ ഞാൻ നീതീകരിക്കപ്പെട്ട് അവൻ എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഈ 2ഉം 3ഉം ഭക്ഷണമാണ് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ തിരുരക്തവും. അത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 6:55 56 പറഞ്ഞിരിക്കുന്നു, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം പാനീയവും ആയിരിക്കുന്നുവെന്ന് യോഹന്നാൻ 6:55 56 പറഞ്ഞിരിക്കുന്നു. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ആ ജീവൻ അവൻ്റെ മാംസം നമ്മൾ ഭക്ഷിക്കുമ്പോൾ, ഇത് വിശ്വാസത്താൽ നമ്മളെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അവൻ്റെ മരണത്തെ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുക, അവൻ്റെ ശരീരം എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ട് എൻ്റെ അനീതികളെയും അകൃത്യങ്ങളെയും രോഗങ്ങളെയും ബലഹീനതകളെയും അവൻ്റെ ശരീരത്തിൽ അവൻ വഹിച്ച് അവൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന് ഞാൻ ഉറക്കെ ഈ ലോകത്തോട് വിളിച്ചു പറയുക. അവൻ്റെ മാംസം ഭക്ഷിക്കുമ്പോൾ, അവൻ്റെ രക്തം നമ്മൾ പാനം ചെയ്യുമ്പോൾ, ആദാം മുതലുള്ള തലമുറകളുടെ മേലുള്ള ഞാൻ ചെയ്തു പോയ, എൻ്റെ പിതാക്കന്മാർ ചെയ്തു പോയ സകല പാപശാപ അകൃത്യക്കറകളും is forgiven. Past, present and future, all my sins are forgiven. And I am made the righteousness of God in Christ. ഇത് നമ്മുടെ ഭക്ഷണമായി തീരുക. ലിറ്ററലി അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വർദ്ധിപ്പാൻ തുടങ്ങും. നമ്മുടെ സകല ബലഹീനതകളും മാറി നമ്മൾ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരാൻ തുടങ്ങും. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ എൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ഈ ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ തിരുശരീരവും കർത്താവിൻ്റെ തിരുരക്തവും നമ്മളെ യുവർ യൂത്ത് ഈസ് ഗെറ്റിംഗ് റിന്യൂഡ്. നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതിയ വരാൻ തക്കവണ്ണം അത് സഹായിക്കുന്നുവെന്ന് ഈ ദൈവത്തിൻ്റെ വചനത്താൽ എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഉദാഹരണങ്ങളാണ് പഴയ നിയമത്തിൽ അബ്രഹാം, ഇയ്യോബ്, മോശ അല്ലെങ്കിൽ കാലേബ്. മോശയെക്കുറിച്ച് പറയുന്നത് ഡിറ്റ്യൂറോണമി 34:7 ആവർത്തന പുസ്തകം 34 അധ്യായം 7 വാക്യത്തിൽ പറയുന്നു. മോശയെക്കുറിച്ച് പറയുകയാണ്, മോശയുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുകയാണ്, മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണു മങ്ങാതെയും അവൻ്റെ ദേഹം ബലം ക്ഷയിക്കാതെയും ഇരുന്നു. അവൻ്റെ കണ്ണു മങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. മരിക്കുമ്പോൾ അവന് 120 വയസ്സുണ്ട്. പൂർണ്ണ വാർദ്ധക്യത്തിൽ അവൻ മരിച്ചു.
ആ പൂർണ്ണ വാർദ്ധക്യത്തിൽ അവൻ മരിച്ചെങ്കിലും 92-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ അവൻ വാർദ്ധക്യത്തിലും ബലം കായ്ച്ചും പച്ച പിടിച്ചും പുഷ്ടി വെച്ചു വരുന്നു. കാരണം എന്നാ? യഹോവ നീതിമാൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് മോശയ്ക്ക് അത് എന്തുകൊണ്ട് സംഭവിച്ചു? അവൻ്റെ ഭക്ഷണം വചനമായിരുന്നു. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ദൈവത്തെ മുഖാമുഖം കണ്ട വ്യക്തി, അവൻ്റെ ഭക്ഷണം, അവൻ്റെ ജീവിതകാലം, ആ യാത്ര ദൈവം വിളിച്ച് വേർതിരിച്ച് അവൻ യാത്ര തുടങ്ങിയ ദിവസം മുതൽ അവൻ്റെ അവസാനം വരെ അവൻ്റെ ഭക്ഷണം ദൈവത്തിൻ്റെ വചനമായിരുന്നു. അവൻ്റെ ഭക്ഷണം കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായിരുന്നു. എഴുതി വെച്ചിരിക്കുക ദൈവത്തിൻ്റെ വചനത്തിൽ. ആ മിസ്രയീമിൽ നിന്ന് അവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ആണാടിനെ യാഗം കഴിച്ച് കട്ടിളപ്പടിമേലും കുറിയപ്പടിമേലും രക്തം തളിച്ച് ആ മാംസം മുഴുവൻ ചുട്ട് അവർ ഭക്ഷിച്ചു. അവൻ്റെ രക്തവും അവൻ്റെ മാംസവും ഭക്ഷിച്ചു. അവൻ ജീവനും ചൈതന്യമുള്ളവരായി തീർന്നു. വചനത്തിൽ എഴുതി വെച്ചിരിക്കുക, ഈ 40 ലക്ഷം ജനങ്ങളിൽ there was not even a single person who was feeble. അവരുടെ ഗോത്രത്തിൽ യാതൊരു ബലഹീനം ഉണ്ടായിരുന്നില്ല. ഒരു രോഗവും അവരെ സ്പർശിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? മോശയെ സ്പർശിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനവും അവൻ്റെ തിരുശരീരവും അവൻ്റെ തിരുരക്തവും. സ്തോത്രം. ഇത് തന്നെയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആ യാത്രയിൽ കാലേബ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് സംഭവിച്ചത്. അത് സംഖ്യാപുസ്തകത്തിൽ 13ഉം 14ഉം അധ്യായം വായിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. കാരണം പ്രഭുക്കന്മാർ ആ ഗോത്രങ്ങളുടെ തലവന്മാരെ തിരഞ്ഞെടുത്ത് ഈ ദേശം ഉറ്റുനോക്കുവാൻ അയച്ചു. ആ ദേശം ഉറ്റുനോക്കുവാൻ അയച്ചു. മോശ അയച്ചു. ദൈവാലോചന പ്രകാരം, ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അവർ പോയി. അവർ കണ്ടു, തിരിച്ചു വന്നു. ആമേൻ. അവർ കണ്ട് തിരിച്ചു വന്ന് ആമേൻ അവർ പറഞ്ഞതാണ്, ഗോത്ര തലവന്മാർ പറഞ്ഞതാണ്, ഞങ്ങൾ പോയി കണ്ടു, ദേശം നല്ലത് തന്നെ, കനാൻ ദേശം പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. 2 പേര് ചുമന്നുകൊണ്ട് ഒരു മുന്തിരിക്കല ചുമന്നുകൊണ്ട് വന്നു. അത്തിപ്പഴവും മാതളപ്പഴവും എല്ലാവരും കൊണ്ടുവന്നു. അതിൻ്റെ ആദായം വളരെ വലുത്, പാലും തേനും ഒഴുകുന്ന ദേശമാണ്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു. പക്ഷേ ദൈവം പറഞ്ഞത് പാലും തേനും ഒഴുകുന്ന ദേശം. പക്ഷെ അവർ പോയി കണ്ടിട്ട് വന്ന് പറയുകയാണ്, പക്ഷേ എങ്കിലോ അവരുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ വെട്ടുക്കിളികളെ പോലെ തോന്നി. അത് മല്ലന്മാരുള്ള സ്ഥലം. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. അതിൻ്റെ 28-ാം വാക്യത്തിൽ, എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവുമുള്ളവയാകുന്നു. ഞങ്ങൾ അനാക്കിൻ്റെ പുത്രന്മാരെ അവിടെ കണ്ടു. അമാലേക്യർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും എബ്യൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ തീരത്തും പാർക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ സഞ്ചരിച്ച അവസാന ഭാഗത്ത് 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അവർ തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് ഇസ്രായേൽ മക്കളുടെ ദുർവർത്തമാനമായി പറഞ്ഞതെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങളവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളെ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നുന്നു. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. അവർ കണ്ടത് സംസാരിച്ചു. അവർ കണ്ണുകൊണ്ട് കണ്ടത് സംസാരിച്ചു. ആമേൻ. എന്നാൽ അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് കാലേബ്. ആ കാലേബ് പറഞ്ഞു, എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. അതിൻ്റെ 30-ാം വാക്യം, നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. കാലേബ് കണ്ടതല്ല പറഞ്ഞത്. ആ കണ്ണുകൊണ്ട് കണ്ടതല്ല കാലേബ് പറഞ്ഞത്. നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നതല്ല സത്യം. That is not the truth. The truth is the word of God. കാലേബ് ഇത്രയും ആൾക്കാർ പറഞ്ഞപ്പോഴും കാലേബ് കണ്ടതൊന്നും പറഞ്ഞില്ല. കാലേബ് ദൈവത്തിൻ്റെ വചനം, ദൈവം അവനോട് എന്ത് സംസാരിച്ചു അത് പറഞ്ഞു. അപ്പോൾ അവസാനം അവർ 14-ാം അധ്യായത്തിൽ അവർ പിറുപിറുക്കുന്നത് കാണുന്നുണ്ട്. അവർ പിറുപിറുത്ത് ഇത് കേട്ടപ്പോൾ, അവർ പിറുപിറുത്ത് ദൈവത്തിനെതിരെ സംസാരിച്ചപ്പോൾ മോശയും അഹരോനും ആ സർവ്വസംഘത്തിൻ്റെയും മുമ്പാകെ വീണു. 6-ാം വാക്യം മുതൽ, ദേശത്തെ ഒറ്റുനീക്കലിൽ നൂൻ്റെ മകൻ യോശുവയും
യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞു തന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ദേശം കൊണ്ടുവന്ന് നമുക്കത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവയുള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത് എന്ന് പറഞ്ഞു. എന്നാറെ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. അവരെ ഭയപ്പെടരുത്. എന്നിട്ട് അവസാനം അതിൻ്റെ പ്രതിഫലം കാലേബിന് മോശ കൊടുക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. ദൈവം സംസാരിക്കുന്ന ഒരു പ്രതിഫലം മോശയ്ക്കുണ്ട്. ഈ യോശുവയും കാലേബും മാത്രമാണ് അവർ കണ്ടതിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞില്ല. അവർ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറഞ്ഞു. കാരണം വചനം അവരുടെ ഭക്ഷണമായി തീർന്നിരുന്നു. ആ 40 സംവത്സരക്കാലം മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ മോശയ്ക്ക് ദൈവത്തിൻ്റെ വചനം ഭക്ഷണമായതുപോലെ അവൻ്റെ ശുശ്രൂഷകന്മാരായ യോശുവയ്ക്കും കാലേബിനും ഈ വചനം അവരുടെ ഭക്ഷണമായി തീർന്നു. എന്നിട്ട് ആ മോശ ഇവരെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഇൻറ്റർസീഡ് ചെയ്തപ്പോൾ ദൈവം അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാക്യങ്ങളിൽ ഈ കാലേബിനെ കുറിച്ച് പറയുക. അതിൻ്റെ 21, 22, 23, 24 നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കും. എന്നാലും എന്നാണ് ഭൂമിയല്ലേ യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എൻ്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുക എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല. കാലേബിനെ കുറിച്ച് പറയുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യഹോവയായ ദൈവം കാലേബിനെ കുറിച്ച് പറയുകയാണ്. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുണ്ട്. കാരണം അവൻ്റെ സ്വഭാവം അവൻ കഴിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാ. അവൻ്റെ ഭക്ഷണം ദൈവത്തിൻ്റെ വചനമാ. എൻ്റെ ന്യായപ്രമാണം വിട്ട് യോശുവ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്തതുപോലെ ആ കാലേബും അവൻ്റെ ന്യായപ്രമാണം വിട്ട് ഇലത്തോട്ടോ വലത്തോട്ടോ മാറുന്നില്ല എന്നുള്ള സത്യം സർവശക്തനായ ദൈവം വിളിച്ചു പറയുക. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും he obeyed all the laws. അത് വിട്ടുമാറിയില്ല. ദൈവത്തോട് പറ്റിയിരുന്നു. വേറെ അവൻ എന്നെ പൂർണ്ണനുസരിച്ചു. അവൻ പോയിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. എന്നാൽ അമലേക്യരും കനാന്യരും താഴ്വരയിൽ പാർക്കുന്നുണ്ട്. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. ഹെബ്രോൻ മല അവൻ്റെ സന്തതി കൈവശമാക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളോട് സംസാരിച്ചത് ഒരു നമ്മളോട് 103-ാം സങ്കീർത്തനത്തിൽ നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുമെന്ന വചനം ഈ വചനത്താൽ കൺഫേം ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. കാലേബിൻ്റെ വായെ നന്മ കൊണ്ട് അവൻ ദൈവത്തിൻ്റെ വചനം യോശുവയും കാലേബും ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യോശുവയും കാലേബും രണ്ട് വ്യക്തികൾ മാത്രമാണ് ആ കനാൻ ദേശത്ത് കാൽകുത്തിയത്. അതിൻ്റെ യോശുവയുടെ 14-ാം അധ്യായത്തിൽ 7 മുതൽ 15 വരെ ഈ കാലേബിൻ്റെ കാര്യം നമ്മൾ വായിക്കുമ്പോൾ ഈ 103-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ വചനം അവിടെ കൺഫേംഡ് ആകുക. ജോഷുവ 14:7 മുതൽ 15 വരെ വായിക്കുക. യെഫുന്നയുടെ മകൻ അനന്തരം യഹൂദാ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനീസിനായ യെഫുന്നയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർണയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശെ കാദേശ് ബർണയിൽ വെച്ച് ദേശത്ത് ഒറ്റുനോക്കി എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന എൻ്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിൻ്റെ ഹൃദയം ഉരുക്കുമാറാക്കി. ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. അവൻ്റെ വചനത്തിന് വിരുദ്ധമായി ഞാനൊന്നും സംസാരിച്ചില്ല. ബിക്കോസ് ആ വചനം എൻ്റെ ഭക്ഷണമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കുക. കാലേബിൻ്റെ ഭക്ഷണം ഈ ഭൂമിയിൽ നിന്ന് കഴിക്കുന്ന മന്നായും ഇതും മാത്രമല്ലായിരുന്നു. ദൈവത്തിൻ്റെ വചനവും അവൻ്റെ ഭക്ഷണമായിരുന്നു. നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്ക് നിൻ്റെ മക്കൾക്ക് എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശയെന്ന് സത്യം ചെയ്ത് പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചതുപോലെ ഈ 45 സംവത്സരത്തോളം എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. അറ്റ് ദ ഏജ് ഓഫ് 85 അവൻ്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരികയാണ് ഓരോ ദിവസവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മോശയുടെ യൗവനം കഴുകനെ പോലെ പുതിയ വന്നതുപോലെ കാലേബിൻ്റെ യൗവനം വർഷം കൂടുന്തോറും വീഞ്ഞിൻ്റെ വീര്യം കൂടുന്നത് പോലെ അവൻ്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരികയായിരുന്നു കാലേബിൻ്റെ. അതുകൊണ്ട് ഈ കാലേബ് വിളിച്ചു പറയുകയാണ്, ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യം ഉണ്ട്.
പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ എന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ അവിടെ ഉണ്ട്. അന്ന് 40 വർഷം മുമ്പ് ഒറ്റുനോക്കാൻ അയച്ചപ്പോൾ, 40 വർഷത്തിൽ ഈ മോശ ഒറ്റുനോക്കാൻ അയച്ചവർ അവർ കണ്ട അതേ സത്യം ഇന്നും അവിടെ നിൽപ്പുണ്ട്. പ്രശ്നം മാറിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, പ്രശ്നം മാറിയിട്ടില്ല. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോൻ. പ്രശ്നം അവിടെ നിൽക്കുക. പക്ഷെ പ്രശ്നത്തെ കണ്ട കാലേബ് പറയുകയാണ്, ആമേൻ, പ്രശ്നത്തെക്കുറിച്ചല്ല കാലേബ് പറയുന്നത്, പ്രശ്നത്തെക്കുറിച്ചല്ല കാലേബ് സംസാരിച്ചത്. അവൻ ദൈവത്തിൻ്റെ വചനം, ദൈവം എന്ത് കൽപ്പിച്ചോ ദൈവത്തിൻ്റെ വചനം അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പ്രശ്നത്തിനൊരു മാറ്റവുമില്ല. മനസ്സിലാക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതാ സംഭവിക്കും. ഞാനിത് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയാം. അനാക്യർ ഇവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പുള്ളോ എന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളിച്ചതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെനിസിനായ യെഫുന്നയുടെ മകൻ കാലേബിന് അവകാശമായിരിക്കുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നുകൊണ്ട് തന്നെ അവൻ ദൈവത്തിൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആ വചനം അവൻ്റെ ഭക്ഷണമായി തീർന്നു. ആ വചനം അവൻ അനുസരിച്ചു. യഹോവയെ പൂർണ്ണമായി പറ്റുന്നു തന്നെ. ഹെബ്രോന് പണ്ട് കിര്യത്ത് അർബ എന്ന പേരായിരുന്നു. അർബ എന്നവൻ അനാക്കിൽ വെച്ച് അതിമഹാൻ. അങ്ങനെ യുദ്ധം തീർന്ന് ദേശത്തിന് സ്വസ്ഥത വന്നു. പിന്നെ യുദ്ധമുണ്ടായില്ല. പ്രശ്നം അവൻ്റെ മുന്നിൽ നിന്നപ്പോൾ അവൻ പ്രശ്നത്തെക്കുറിച്ചല്ല സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ മുമ്പിൽ വരുമ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നാ? നമ്മൾ പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കറക്റ്റ്, പക്ഷേ എനിക്കിവിടെ ഒരു വേദനയുണ്ട്. ദൈവത്തിൻ്റെ വചനം കറക്റ്റ് തന്നെ. എങ്ങനെ നമ്മൾ അവർക്ക് മുമ്പേ പോകും? കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും എടുത്തു എങ്കിലും ഇത് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ വചനം വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ കണ്ട കാര്യങ്ങളെ എങ്ങനെയാണ് ഞാൻ അവഗണിക്കുന്നത്? എൻ്റെ കണ്ണിന് മുമ്പിൽ കാണുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് ഞാൻ അവഗണിക്കുന്നത്? ബിക്കോസ് അതവിടെ നിൽക്കുക. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോൻ. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും എടുത്ത് നിങ്ങൾ ചിന്തിച്ചു. വിശ്വാസമുണ്ട്, പക്ഷെ നമ്മൾ പ്രസ്താവിക്കും, നമ്മുടെ നാവ് കൊണ്ട് വിളിച്ചു പറയുന്നത് ആ കണ്ട കാഴ്ചകളെക്കുറിച്ച് നമ്മൾ വിളിച്ചു പറയുമ്പോൾ ദൈവവചനത്തെ അല്ല നമ്മൾ വിളിച്ചു പറയുന്നത്. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, ഞാൻ നിന്റെ സകല കൃത്യങ്ങളെയും മോചിക്കുന്നു, ഞാൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. രോഗങ്ങളെക്കുറിച്ചല്ല വിളിച്ചു പറയുന്നത്, നിന്റെ ദാരിദ്ര്യത്തെക്കുറിച്ചല്ല വിളിച്ചു പറയുന്നത്, നിന്റെ ശത്രുവിനെക്കുറിച്ചല്ല അവൻ വിളിച്ചു പറയുന്നത്. ശത്രു നിന്റെ മുമ്പിൽ നിന്നോട്ടെ, രോഗം നിന്റെ മുമ്പിൽ നിന്നോട്ടെ, നിന്റെ പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ നിന്നോട്ടെ. നീ വിളിച്ചു പറയേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ വചനമാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇതാ ഞാൻ രോഗശാന്തി ആരോഗ്യമായി അവരെ സൗഖ്യമാക്കി സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം ലഭിച്ചിരിക്കും. കണ്ണിന് മുമ്പിൽ കാണുന്ന കാഴ്ചകളെക്കുറിച്ച്, ഈ ലോകത്തിൻ്റെ സത്യങ്ങളെക്കുറിച്ച് വിളിച്ചു പറയാതെ, പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്ക് ഭക്ഷണമാക്കാം. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ആമേൻ. ഈ കാലേബ് എന്ന് പറഞ്ഞ വ്യക്തി, അവൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വന്നു. ഇതേ എക്സാമ്പിൾസ് ആണ്. കാരണം അവൻ ദൈവത്തോട്, യഹോവയായ ദൈവത്തോട് പറ്റി നിന്നു. അവൻ ദൈവത്തിൻ്റെ വചനത്തോടുകൂടെ ചേർന്ന് നിന്നു. ആമേൻ. ഇന്ന് വചനം ജഡമായി നമ്മുടെ മുമ്പിൽ കൃപയും സത്യവും നിറഞ്ഞവനായ പാർത്ത കർത്താവായ യേശുപ്പച്ചൻ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോയിരിക്കുന്നു. നമ്മുടെ മുമ്പിലുള്ളത് ഈ ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ദ വേർഡ് ഓഫ് ഗോഡ്. ഈ വേർഡ് ഓഫ് ഗോഡ് നമ്മുടെ ഹൃദയത്തിൽ, അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഈ വചനത്തോടുകൂടി നീ പറ്റി നിൽക്കുകയാണെങ്കിൽ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. നീ കർത്താവിൻ്റെ തിരുശരീരം, ആമേൻ, അവൻ്റെ മരണത്തെ ഉറക്കെ പ്രസ്താവിച്ച് അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട്, ആമേൻ, അവൻ്റെ അടിപ്പിണരുകളാൽ നിന്റെ ശരീരത്തിന് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത് നീ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ, അവൻ്റെ രക്തത്താൽ എൻ്റെ സകല പാപ ശാപ പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഇറ്റ്സ് ഫോർഗിവൺ എന്ന് നീ വിളിച്ചു പറഞ്ഞാൽ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, ബിക്കോസ് ദിസ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. കാരണം ഞാനത് പറയാൻ ഒരു കാര്യം പറയാം. കാരണം എൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ട സത്യമായിരുന്നു എൻ്റെ അപ്പനും അമ്മയും. they were the truth to be. കാരണം അവരാണ് എൻ്റെ അപ്പനും അമ്മയും കണ്ടത്. അവർ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഐ ഡോണ്ട് ഹാവ് എ ഫാദർ ആൻഡ് മദർ ഇൻ ദിസ് എർത്ത്. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ സത്യത്തിലേക്ക് എന്നെ ദൈവം മടക്കി വരുത്തിയത്. ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അന്നും ഇന്നും
മാറ്റമില്ലാത്തവൻ, ആൽഫയും ഒമേഗയുമായ ഒരപ്പൻ എനിക്കുണ്ട്. അവൻ്റെ പേരാണ് സർവശക്തനായ യഹോവയായ ദൈവം. ആ ദൈവം മാത്രമാണ് സത്യമെന്നുള്ള വലിയ സത്യം. ദ ട്രൂത്ത് ഡോൺഡ് അപ്പോൺ മീ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നതല്ല സത്യം. ദ ട്രൂത്ത് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ഇതിൻ്റെ എക്സാമ്പിൾസാണ് അബ്രഹാമും, ഇതിൻ്റെ എക്സാമ്പിൾസാണ് യോബും. അബ്രഹാം അവൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ടതിനെ അവൻ ഉപേക്ഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ടതിനെ അവൻ തീർത്തും ഉപേക്ഷിച്ചു. അവൻ്റെ പാരമ്പര്യത്തെ, അപ്പനെ അമ്മ, അവൻ്റെ വസ്തുക്കളെ, പാരമ്പര്യത്തെ മുഴുവൻ ഉപേക്ഷിച്ച് അവൻ മുന്നോട്ട് പോയി. അവൻ വിശ്വസിച്ചു. അവൻ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ അവൻ വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. എന്താണ് ആ നീതി? യഹോവ നീതിമാൻ, അവനെൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടത് തന്നെ 99-ാമത്തെ വയസ്സിൽ അവനെ യൗവനയുക്തനാക്കി. എബ്രഹാമിനെ അവൻ യൗവനയുക്തയാക്കി. മമ്രയുടെ തോപ്പിൽ സാറായിക്ക് 90 വയസ്സുണ്ടെങ്കിൽ അവളെ പുത്രോത്പാദനത്തിന് ശക്തി ലഭിപ്പാൻ തക്കവണ്ണം അവളുടെ യൗവനം യഹോവയായ ദൈവം ഈ വചനപ്രകാരം അവൾക്ക് തിരിച്ചു കൊടുത്തു. And she became a beautiful young woman. രാജാക്കന്മാർ, അബീമേലെക്കോ, ഞാൻ രാജാവിൻ്റെ പേര് ഓർക്കുന്നില്ല, അവൻ ആഗ്രഹിക്കത്തക്കവണ്ണം, അവളെ ഭാര്യ എടുക്കത്തക്കവണ്ണം അവളുടെ യൗവനത്തെ തിരിച്ചു കൊടുത്തു. ആ സാറയുടെ യൗവനത്തെ തിരിച്ചു കൊടുത്തു. അബ്രഹാമിന്റെ യൗവനത്തെ തിരിച്ചു കൊടുത്തു. റീസൺ എന്നാ? യഹോവ നീതിമാൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടത് തന്നെ. ദിസ് ഇസ് ദ വേർഡ് ഓഫ് ഗാഡ്. നീ നിന്റെ ദേഹത്ത് കാണുന്ന, അല്ലെ നിന്റെ ശരീരത്തിൽ കാണുന്ന ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടിനെ, ആ സത്യത്തെ നീ അംഗീകരിക്കാതെ, യു ബിലീവ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അവൻ എൻ്റെ അവൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന് നീ വിശ്വസിക്കുക. ഈ വചനം നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം 3 നന്മകളാണ് നിന്റെ നാവിൽ തന്നിരിക്കുന്നത്. 1 ദൈവത്തിന്റെ വചനം, 2 കർത്താവിന്റെ തിരുശരീരം, 3 കർത്താവിന്റെ തിരുരക്തം. ഇത് വിശ്വാസത്തോടുകൂടി ആമേൻ. ഇഫ് യു ആർ ഈറ്റിംഗ്, കർത്താവ് പറയുകയാണ്, വ്യക്തമായി കേട്ടണം, ഇത് ഭക്ഷണമല്ല, എൻ്റെ മാംസം ഭക്ഷണമല്ല, അതൊന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ആത്മാവും ജീവനുമത്രേ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമത്രേ. ആമേൻ. അപ്പോൾ നിങ്ങൾ ഈ വചനം ഇത് ഭക്ഷണമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ഏറ്റെടുക്കുമ്പോൾ, കർത്താവിൻ്റെ തിരുശരീരം അവൻ്റെ തിരുശരീരമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, കർത്താവിൻ്റെ തിരുരക്തം അവൻ്റെ തിരുരക്തമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും, ഈ വചനം ആമേൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ ഇത് ഏറ്റെടുക്കുമ്പോൾ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. ആൻഡ് ജോബ്, അബ്രഹാമും സാറായും കഴിഞ്ഞാൽ ജോബ് വാസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ദാറ്റ്. ജോബ് അവന്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയില്ല. അവൻ അതിൽ തന്നെ ആശ്രയിച്ചു, ദൈവത്തോട് പറ്റി നിന്നു. അവസാനം എന്ത് സംഭവിച്ചു? ആമേൻ, ഹല്ലേലൂയ. ഇവിടെ മനസ്സിലാക്കണം, മോശയ്ക്കും ആ തിരുശരീരവും തിരുരക്തവും മോശയും ഭക്ഷിച്ചു. കട്ലപ്പടിമേലും കുറിപടിമേലും അത് ചുട്ട് ആ തിരുശരീരം മോശയും ഭക്ഷിച്ചു. അബ്രഹാമിന് ശേഷമാണ് ഈ ശുശ്രൂഷ തുടങ്ങിയത്. ഈ യാഗം തുടങ്ങിയത് അബ്രഹാമിന് ശേഷമാണ്. ഈ ജോബിന് എന്ത് സംഭവിച്ചു? ജോബിന്റെ 33-ാം അധ്യായത്തിൽ അതിൻ്റെ 23, 24, 25 വാക്യങ്ങൾ, മനുഷ്യനോട് അവൻ്റെ ധർമ്മം അറിയിക്കേണ്ടതിന് 1000-ലൊരുവനെ ഒരു മധ്യസ്ഥൻ അവന് വേണ്ടി ഉണ്ടെന്ന് വരികിൽ അവങ്കൽ കൃപ വിചാരിച്ച് കുഴിയിലിറങ്ങാതെ ഇവനെ രക്ഷിക്കണമേ, ഞാനൊരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും. ആരാണ് ഈ മധ്യസ്ഥൻ? കർത്താവായ യേശു ക്രിസ്തു. എനിക്കും നിങ്ങൾക്കും വേണ്ടി മറുവില കണ്ട കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ ശരീരത്തെ തന്ന് എൻ്റെ ശരീരത്തിന് സൗഖ്യം തന്ന എൻ്റെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ അവൻ്റെ ദേഹം യവന ചൈതന്യത്താൽ പുഷ്ടിവെക്കും. അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞു വരും. ഈ ജോബിന് ഇത് തന്നെ സംഭവിച്ചു. ഓൾമോസ്റ്റ് വാർദ്ധക്യത്തിൽ അവന് വീണ്ടും കുഞ്ഞുങ്ങളുണ്ടായി. അവൻ്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ളവർ ലോകത്തെങ്ങും ഉണ്ടായിരുന്നില്ല. ഈ സെയിം അബ്രഹാമിനും സാറായിക്കും നടന്ന അതേ പ്രോസസ് ഈ രോഗിയായി തീർന്ന അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ജോബിനും ആമേൻ പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അവൻ്റെ ദേഹം യവന ചൈതന്യത്താൽ പുഷ്ടിവെച്ചു. അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് ഈ 103-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മളെ ജീവിപ്പിക്കട്ടെ. ബിലീവ് ഇൻ ദിസ് വേർഡ്. ഈ വചനം അസത്യമാണ്. ദിസ് ഇസ് ദ ട്രൂത്ത്. വേറെ ഒന്നും സത്യമല്ല. അതുകൊണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന സംഗതികളെ കണ്ട് പേടിക്കല്ലേ. പടകിൽ കണ്ട അവരാ കാറ്റും കോളുമാണ് കണ്ടത്.
അവർ പേടിച്ചു. അപ്പോൾ നമ്മൾ ഈ സത്യത്തെ കാണുമ്പോൾ, നമ്മുടെ മുമ്പിൽ കാണുന്ന സത്യം, നമുക്കൊരു പ്രശ്നം വന്നു, അത് രോഗമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രശ്നമായിരുന്നു, നമ്മൾ ആകെ പതറിപ്പോയി. നമ്മൾ ആ പ്രശ്നത്തെ കണ്ട് ഭയപ്പെടുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ദ ഫസ്റ്റ് നമ്മുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻ ഈസ് ഫിയർ. ആദ്യം നമ്മുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻ ഫിയർ ആണ്. അതാണ് ആ പടകിൽ കൊടുങ്കാറ്റ്, പടകു മുങ്ങാറായി. ആ സത്യം കണ്ടിട്ട് അവർ പേടിച്ചുപോയി. എന്നാൽ കർത്താവ് എഴുന്നേറ്റു അവരുടെ പേടിയെ മാറ്റിക്കളഞ്ഞു, അവരുടെ നിരാശകളെ മാറ്റിക്കളഞ്ഞു. കാറ്റിനെയും കടലിനെയും ശാസിപ്പാൻ ദൈവം അധികാരം തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ അധികാരപ്പെടുത്തിയ അതേ സകല അധികാരങ്ങളും ആമേൻ കർത്താവ് അവൻ്റെ ദാസന്മാരായ നമ്മൾക്ക് ഓരോരുത്തർക്കും ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 103-ാം സങ്കീർത്തനത്തിൻ്റെ ഈ വചനം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, അവൻ നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും, അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ഈ ശിക്ഷാവധിയിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് നിൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് കർത്താവ് കാൽവരി കുരിശിൽ അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഭക്ഷണമാക്കാം നമുക്ക്. നമ്മൾ മുന്നിൽ കാണുന്ന നമ്മുടെ അവസ്ഥകളെ നോക്കി ഭയപ്പെടാനല്ല, അവസ്ഥകളെക്കുറിച്ച് ഡിക്ലെയർ ചെയ്യുവാനല്ല. ഈ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന ഈ ലോകത്തെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ, പ്ലീസ് മൈ ഡിയർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, വി ആർ ഡിക്ലെയറിങ് ഓർ വി ആർ എക്സോൾട്ടിങ് ദ കിങ്ഡം ഓഫ് ഹെവൻ. മറിച്ച് ഈ പ്രശ്നത്തെ നോക്കി ദൈവത്തിൻ്റെ വചനത്തെ നീ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ, വി ആർ എക്സോൾട്ടിങ് ദ കിങ്ഡം ഓഫ് ഹെവൻ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, അവൻ എന്നോട് പറ്റി നിന്നു, അവൻ്റെ പ്രശ്നത്തിൽ, അവൻ്റെ കഷ്ടതയിൽ അവൻ എന്നോട് പറ്റി നിന്നു. ദാവീദ് പ്രശ്നത്തെ കണ്ട് ഭയപ്പെട്ടില്ല. എല്ലാവരും ഭയപ്പെട്ടു. ആ ശൗല് മുതൽ പടനായകന്മാർ മുതൽ ഇസ്രായേൽ ജനം മുഴുവൻ പ്രശ്നത്തെക്കുറിച്ചാണ്, ഗോലിയാത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദാവീദ് വന്നു ഗോലിയാത്തിനെ കുറിച്ച് സംസാരിച്ചില്ല, അവൻ്റെ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു. അവൻ ഭയപ്പെട്ടില്ല, അവൻ്റെ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു. അവൻ എന്നാ പറഞ്ഞത്? ബൈ ഫെയ്ത്ത്, കരടിയിൽ നിന്നും സിംഹത്തിൽ നിന്നും എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. ഐ വിൽ ഫിനിഷ് ദിസ് ഫിലിസ്റ്റൈൻ. ഈ ഫെലിസ്തീനെ ഞാൻ തകർത്ത് കളയുമെന്ന് അവൻ വിളിച്ചു പറഞ്ഞു. ആമേൻ. അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളിന്ന് പല പ്രശ്നത്തിലും, പ്രയാസത്തിലും, രോഗങ്ങളിലും, ഭാരങ്ങളിലും ഒക്കെ കൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. ബിലീവ് ഇൻ ദിസ് വേർഡ്. 3 കാര്യം. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് വചനം കൊണ്ട് തൃപ്തി വരുത്തും. കർത്താവായ യേശുവിൻ്റെ തിരുശരീരം കൊണ്ട് തൃപ്തി വരുത്തിയിരിക്കുന്നു, അവൻ്റെ തിരുരക്തം കൊണ്ട് തൃപ്തി വരുത്തിയിരിക്കുന്നു. ആൻഡ് യു വിൽ ബി ഹീൽഡ് ആൻഡ് യു വിൽ റിന്യൂ യുവർ യൂത്ത് ലൈക്ക് എൻ ഈഗിൾ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത സമാധാനം, സന്തോഷം, വിടുതൽ, സൗഖ്യം, ആരോഗ്യം, സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളാലും ഈ ഭൂമിയിലെ സകല ഭൗതിക നന്മകളാലും ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിന് നന്ദി കരയിട്ട് അത്ഭുതകരമായ ഈ സമയത്തിനായി സ്തോത്രം ചെയ്തു. മേ ഗോഡ് ബ്ലസ് ഈച്ച് വൺ ഓഫ് യു. താങ്ക് യു.